ഈ വീട്ടിൽ കലഹൊഴിഞ്ഞൊരു നേരം കാണില്ല. നമുക്ക് വെളിയിൽ നിന്ന് എത്ര നോക്കിയാലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഉള്ളിൽ ഈ ഒരു 4-3 കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. അത് ഈ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ ആണ്. നമ്മുടെ വാസ്തുവിൽ അതിനെപ്പറ്റി പറയുന്നില്ല. അതേസമയം ഫെങ്ഷുവിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. കന്നിമൂലം മിസ്സിംഗ് ആയാൽ കുടുംബകലഹം ഉണ്ടാവും. കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിലോ അതും കുടുംബകലഹം ഉണ്ടാവും. കന്നിമൂല ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിലോ കുടുംബകലഹം ഉണ്ടാവും. കന്നിമൂല ഭാഗത്ത് കിണറുണ്ടെങ്കിലോ കുടുംബകലഹം ഉണ്ടാവും. അപ്പോൾ വാസ്തു യോഗ്യമായ ഒരു വീടാണെങ്കിൽ അല്ലെങ്കിൽ വാസ്തു ബലമുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവരെ ഈശ്വരൻ പന പോലെ വളർത്തുമെന്നാണ് പറയുന്നത്. അതേസമയം വാസ്തു ദോഷമുള്ള വീട്ടിലാണെങ്കിലോ എത്ര സൽസ്വഭാവിയായാലും സൽഗുണനായാലും താഴേക്ക് പോകും. കാരണം അതാണ് വാസ്തുബലം. കുടുംബകലഹത്തിന് കാരണമായ ദിക്കും പരിഹാരവും. ഇപ്പോൾ ഒരു വീട്ടിൽ കുടുംബകലഹം ഉണ്ടെങ്കിൽ അത് ഭാര്യ ഭർത്താവ് തങ്ങളിലാണെങ്കിൽ അതിന് കാരണമായ ഒരു ദിക്കെന്ന് പറയുന്നത് ആ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറാണ്. അതായത് കന്നിമൂല ഭാഗത്ത് നമുക്ക് മിസ്സിംഗ് ആണ്. അതായത് വീട് വെച്ചപ്പോൾ കന്നിമൂല ഭാഗം ഒഴിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ വീട് വെച്ചത്. അങ്ങനെയാണെങ്കിൽ കന്നിമൂല മിസ്സിംഗ് ആണ്. കന്നിമൂല മിസ്സിംഗ് ആയാലും നമുക്കതിനെ ബാധിക്കും. ഈ കന്നിമൂല മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു വലിയ ഏരിയ മിസ്സിംഗ് ആവണമെന്നില്ല, ഒരു ചെറിയ ഏരിയ മിസ്സിംഗ് ആയാലും മതി. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വീട് ഇങ്ങനെ എടുത്തു, വീട് ഇതാണ് സ്ക്വയർ, ഇത് സൗത്ത് വന്നു, ഇത് നോർത്ത് വന്നു, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ സൗത്തും വെസ്റ്റും കൂടെ കൂടിച്ചേർന്ന തെക്ക് പടിഞ്ഞാറ് മൂലയാണല്ലോ കന്നിമൂല എന്ന് പറയുന്നത്. അപ്പൊ ഈ കന്നിമൂലയുടെ വീട്ടിൽ ഇത്രയും ഭാഗത്താണ് ഒരു മിസ്സിംഗ് വന്നിരിക്കുന്നതെന്ന് കരുതുക. അപ്പൊ ഇതിനെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മിസ്സിംഗ് ആണ്. അപ്പൊ മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് റൂം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മിസ്സിംഗ് ഏരിയ ആയിട്ട് കാണും. ഇത്രയും ഭാഗത്ത് മിസ്സിംഗ് ആയാൽ മാത്രമേ ഇത് വരോളന്നൊന്നുമില്ല. ഈ വീട് വെച്ചപ്പോൾ ഇത്രയും മിസ്സിംഗ് ഉള്ളെന്ന് കരുതുക. അതായത് ഈ ഒരു ഭാഗം മാത്രം, ഇത്രയും ഭാഗം മാത്രമേ മിസ്സിംഗ് ആയിട്ടുള്ളൂ. അത് ചെറിയൊരു ഏരിയ എങ്കിൽ പോലും ഈ വീട്ടിൽ കലഹത്തിനുള്ള സാധ്യത ഉണ്ടാവും. വളരെ ചെറിയൊരു ഏരിയ. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കത് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് ഇരിക്കത്തില്ല. നമ്മളൊരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ വീട് കാണുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ വീടിന്റെ കന്നിമൂല ഭാഗം മിസ്സിംഗ് ആണല്ലോ, കന്നിമൂല മിസ്സിംഗ് ആണോ, വന്ന് നോക്കുമ്പോൾ അവർക്ക് കാണിച്ചു, ആ ശരിയാണല്ലോ കന്നിമൂല മിസ്സിംഗ് ആണല്ലോ. അപ്പോൾ കന്നിമൂല മിസ്സിംഗ് ആയാൽ കുടുംബകലഹം ഉണ്ടാവും. ഇനി കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിലോ അതും കുടുംബകലഹം ഉണ്ടാവും. കന്നിമൂല ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിലോ കുടുംബകലഹം ഉണ്ടാവും. കന്നിമൂല ഭാഗത്ത് കിണറുണ്ടെങ്കിലോ കുടുംബകലഹം ഉണ്ടാവും. ബോർവെൽ ആണെങ്കിലും സെയിം റിസൾട്ട്. അപ്പോൾ കന്നിമൂല ഭാഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബകലഹത്തിന് കാരണമാവും. കന്നിമൂല ഭാഗത്ത് ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളുമില്ല. കന്നിമൂല പക്ക കറക്റ്റ് ആണ്. ആ വീട് കയറി താമസിച്ച കാലം മുതലേ അവിടെ വഴക്കുകളാണ്. ഇപ്പോൾ ഒരു വീട്ടിലോട്ട് കടന്നു, സാർ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വഴക്കാണ്. അച്ഛനും മക്കളും തങ്ങളിലെ വഴക്ക്, ഞാനും ഭർത്താവും തങ്ങളിലെ വഴക്ക്, മൊത്തത്തിലുള്ള വഴക്കാണ്. വഴക്കൊഴിഞ്ഞൊരു സമയമില്ല എന്ന് പറയുമ്പോൾ അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്ത്, ഇതാണ് വീടെന്ന് കരുതുക, ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ ഉണ്ട്. ഓരോ വീടിനും ഫ്ലൈങ് സ്റ്റാർ ഉണ്ട്, ഒരു മുറിക്കും ഫ്ലൈങ് സ്റ്റാർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കെട്ടിടം നിർമ്മിച്ചാലും അതിനൊരു ഫ്ലൈങ് സ്റ്റാർ ഉണ്ട്. ഈ ഫ്ലൈങ് സ്റ്റാറിന് നമ്മൾ ഇങ്ങനെ 9 കളങ്ങളാക്കി തിരിച്ചു വീടിനെ. അതിന്റെ ഒരു പ്രത്യേക കണക്കുണ്ട്. അത് പ്രകാരമാണ് ഇങ്ങനെ 9 ദിക്കുകളായിട്ട് തിരിക്കുന്നത്. 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും. എന്നിട്ട് ചില കണക്കുകൾ എടുത്തിട്ട് വീടിന്റെ ഓരോ ദിക്കിലും 2 നക്ഷത്രമുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഒരു നക്ഷത്രം 4-3 ആണെന്ന് കരുതുക. ഇത് ഇവിടെ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലും ആണെന്ന് കരുതുക. ഈ വീട്ടിൽ കലഹൊഴിഞ്ഞൊരു നേരം കാണില്ല. നമുക്ക് വെളിയിൽ നിന്ന് എത്ര നോക്കിയാലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഉള്ളിൽ ഈ ഒരു 4-3 കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. അത് ഈ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ ആണ്. നമ്മുടെ വാസ്തുവിൽ അതിനെപ്പറ്റി പറയുന്നില്ല. അതേസമയം ഫെങ്ഷുവിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. അത് ഓരോ വീട്ടിനും വ്യത്യസ്തമായിരിക്കും. ഈ 3 എല്ലാ വീട്ടിലും ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല സ്ഥലങ്ങളിലായിരിക്കും. ചില വീട്ടിൽ മാത്രമേ അതൊരു പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എവരെ വീടിന്റെ പ്രധാന വാതിൽ ഈ ഒരു 3 നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇത് പ്രശ്നമാവും. അതേസമയം ഇവർക്ക് ഇവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ടെന്ന് കരുതുക. ഈ 4-3 കോമ്പിനേഷൻ ഇതിനകത്താണെങ്കിൽ ഇത് ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കൂല. അപ്പോൾ ആ 3 ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതെന്താണെന്നുള്ളത് ഓരോ വീട്ടിലും വന്ന് നോക്കും. ഇനി കലഹത്തിന് മറ്റൊരു കാരണം, ഈ 4-3 കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വീട് വെച്ചപ്പോൾ വന്നാണ്, ഒരിക്കലും പോകില്ല. പക്ഷേ 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ ഈ 8 ദിക്കുകളിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് ഉണ്ട്. എല്ലാ വർഷവും ഉണ്ട്, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. 2025 3 എന്ന് പറയുന്ന ആനുവൽ സ്റ്റാർ, ഇത് ഫ്ലൈങ് സ്റ്റാർ, ഇത് ആനുവൽ സ്റ്റാർ. ഈ ആനുവൽ സ്റ്റാർ വന്ന് നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്താണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂമോ ഉള്ളവരെ ഈ വർഷം ഇത് ബാധിച്ചിരിക്കും. അതിന് പരിഹാരമായി 4 സ്ക്വയർ ഫീറ്റിന്റെ ഒരു റെഡ് മാറ്റ് ആ ഭാഗത്ത് ഇടുന്നത് ഇതിന്റെ ഒരു പരിഹാരമാവും. അപ്പോൾ നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ വാസ്തുവിലായാലും ഫംഗ്ഷനിലായാലും പറയുന്ന ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ വാസ്തുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ വാസ്തു യോഗ്യമായ ഒരു വീടാണെങ്കിൽ അല്ലെങ്കിൽ വാസ്തു ബലമുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവരെ ഈശ്വരൻ പന പോലെ വളർത്തുമെന്നാണ് പറയുന്നത്. അതേസമയം വാസ്തു ദോഷമുള്ള വീട്ടിലാണെങ്കിലോ എത്ര സൽസ്വഭാവിയായാലും സൽഗുണനായാലും താഴേക്ക് പോകും.
കാരണം അതാണ് വാസ്തുബലം. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇപ്പൊ എല്ലാവർക്കും സമ്പത്ത് തന്നെ വേണമെന്നില്ല. സമാധാനം വേണ്ടേ, ആരോഗ്യം വേണ്ടേ, നല്ല വിദ്യാഭ്യാസം വേണ്ടേ, നല്ല കുടുംബജീവിതം വേണ്ടേ? ഇതൊക്കെ വാസ്തു മൂലം നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. എന്നാൽ എല്ലാവരും വാസ്തു കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അല്ല. അറിഞ്ഞോ അറിയാതെ ഒരുപക്ഷെ അവരുടെ വീടുകളിൽ വാസ്തു കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജന്മനുള്ള സമയം കറക്റ്റ് ആയിരിക്കും. ജന്മനുള്ള സമയവും മോശവുമായി വാസ്തുവും മോശമാകുമ്പോൾ നമ്മളെ പെട്ടെന്ന് ഓരോരോ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വീഴും. അപ്പോൾ നമുക്ക് തിരിച്ചു കയറാൻ പറ്റാതില്ല. അതേസമയം നമ്മളുടെ വീടിന്റെ വാസ്തു കറക്റ്റാണ്, ടൈം മോശമാണെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. ഫെങ്ഷുയിലുള്ള ടൂളുകളിലേക്ക് പോവാം. അപ്പോൾ ഫെങ്ഷുയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് പ്രശ്നത്തിനും പരിഹാരങ്ങളുണ്ട്, ചില എലമെന്റുകളുണ്ട്, ചില ടൂളുകളുണ്ട്. എലമെന്റുകൾ എന്ന് പറയുന്നത് ഒരു 5 എലമെന്റ്സിന്റെ തിയറിയാണ് ഫെങ്ഷുയിലുള്ളത്. അതിലൊരു എലമെന്റ് ആണ് മെറ്റൽ എലമെന്റ്. ഒരു മെറ്റൽ എലമെന്റ് ഉള്ള സ്ഥലത്ത് ആ മെറ്റൽ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ മെറ്റൽ എനർജി ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് മെറ്റൽ എനർജിയാണ്, അവിടെ ഇത്തരത്തിലുള്ള ഒരു 6 റോഡ് വിൻചയും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാകും. വെസ്റ്റ് ഭാഗത്ത് മെറ്റൽ എനർജിയാണ്, അവിടെ ഒരു 7 റോഡ് വിൻചയും കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകളെയും കഴിവുകളെയും ഉത്തേജിപ്പിക്കും. ഇത് ഒരു എലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ടൂളാണ്. ഇത് ഒരു എർത്താണ്, എർത്ത് എനർജിയാണ്. ഇത് ക്രിസ്റ്റലാണ്, ഇത് നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ ആണ്. ഇതൊരു എർത്ത് എനർജി സൃഷ്ടിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽസ് സൗത്ത് വെസ്റ്റ് ഭാഗത്തും നോർത്ത് ഈസ്റ്റ് ഭാഗത്തും അവിടുത്തെ എർത്ത് എനർജിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ലതാണ്. 2025 നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ക്രിസ്റ്റൽസ് ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത മറ്റൊരു എനർജി എന്ന് പറയുന്നത് വാട്ടർ എനർജിയാണ്. വാട്ടർ എനർജിക്ക് നമുക്ക് അക്വേറിയം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാട്ടർ ഫൗണ്ടൻ ഉപയോഗിക്കാം. മറ്റൊരു എനർജി വുഡ് എനർജിയാണ്. വുഡ് എനർജിക്ക് നമുക്ക് ബാംബുകൾ ഉപയോഗിക്കാം. അടുത്ത എനർജി ഫയർ ആണ്. ഫയറിന് നമുക്ക് റെഡ് കളേഴ്സ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ എന്തുപയോഗിക്കാം, റെഡ് കളേഴ്സ് ഉപയോഗിക്കാം, റെഡ് ലൈറ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി മറ്റൊരു ടൂൾ പറയാം. ഇത് കപ്പിൾസിന്റെ കാര്യമാണ്. കപ്പിൾസിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ടും വിവാഹം നടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സൗത്ത് വെസ്റ്റിൽ മണ്ടേന ഡെക്സ് ഉപയോഗിക്കാം. സമ്പത്ത് കൊണ്ടുവരാനായിട്ട് 3 ലെഗ്ഡ് ഫ്രോഗ് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.